Hi students. Last day we will be discussing about the interview letter. അല്ലേ, എന്താണ് ഇൻ്റർവ്യൂ ലെറ്റർ, എന്തൊക്കെ കാര്യത്തിനാണ് നമ്മൾ ഇൻ്റർവ്യൂ ലെറ്റേഴ്സ് വെക്കുന്നതെന്നും അയക്കുന്നതെന്നും, അതുപോലെ അതിൽ എന്തൊക്കെ കണ്ടൻസ് വേണം, ഒരു റെഫറൻസ് വേണം, ഡേറ്റും ടൈമും വേണം, അതേപോലെ ഏത് പോസ്റ്റിലേക്കാണ് അല്ലെങ്കിൽ ഏതൊരു അതോറിറ്റിയാണ് ഈ ഇൻ്റർവ്യൂ ലെറ്റർ അയക്കുന്നത്, പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആ ഒരു കാൻഡിഡേറ്റ് കൊണ്ടുവരണം ഇൻ്റർവ്യൂക്ക് വരുമ്പോൾ, അതേപോലെ എന്തെങ്കിലും കൺവെയൻസ് അലവൻസ് അവർക്ക് ആവശ്യമുണ്ടോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇൻ്റർവ്യൂ ലെറ്ററിൽ കണ്ടൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനിയുള്ളതാണ് നെക്സ്റ്റ് ടൈപ്പ് ഇസ് പ്രമോഷൻ ലെറ്റർ. പ്രമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഒരു ഹയർ പൊസിഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തരുന്ന ലെറ്ററിനെയാണ് പ്രമോഷൻ ലെറ്റർ എന്ന് പറയുക. സോ ദിസ് ഇസ് ഓൾവേസ് ഗിവൻ ബൈ എൻ എംപ്ലോയർ ടു ദ എംപ്ലോയി. വിത്തിൻ ദ ഓർഗനൈസേഷൻ തന്നെ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു ലെറ്റർ ആയിരിക്കും ദിസ് പ്രമോഷൻ ലെറ്റർ. ആൻഡ് ഹിയർ the employee is given the chance to work at a higher post in the same organization. ഒരേ ഓർഗനൈസേഷനിൽ തന്നെ ഒരു നല്ല കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള പോസ്റ്റ് ബിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ലെറ്റർ ഉണ്ടാക്കുന്നത്. ആൻഡ് ദ മേജർ കണ്ടൻസ് ഇൻ ദിസ് ഇസ് ദ നെയിം ആൻഡ് ദ പ്രസൻറ്റ് ഡെസിഗ്നേഷൻ ഓഫ് ദാറ്റ് എംപ്ലോയി. ഇപ്പോൾ ആ എംപ്ലോയിയുടെ പേരെന്താണ്, അതുപോലെ അയാൾ ഏത് പൊസിഷനിലാണോ അത് മെൻഷൻഡ് ആയിരിക്കണം. ദെൻ വി ഷുഡ് ഓർ ദ എംപ്ലോയർ ഷുഡ് സേ ദാറ്റ് ഇറ്റ്സ് ഗുഡ് ടു ഹാവ് യു ഇൻ ദിസ് പൊസിഷൻ ഓർ ഗുഡ് ടു സീ യു ഇൻ ദിസ് പൊസിഷൻ. അങ്ങനെ നമ്മളുടെ ഒരു പ്ലഷർ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കണം, അത് എക്സ്പ്രഷൻ ഓഫ് പ്ലഷർ. ദെൻ ദ ഡേറ്റ് ഫ്രം വിച്ച് ദ ഹയർ പോസ്റ്റ് ഇസ് ആപ്ലിക്കബിൾ. ചിലപ്പോൾ ഇന്ന് പ്രൊമോഷൻ ലെറ്റർ കൊടുത്താൽ നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ടോ ആയിരിക്കാം ചിലപ്പോൾ ആ പൊസിഷൻ അയാൾ ബിയർ ചെയ്യാൻ പോണേ. അപ്പോൾ എന്ന് തൊട്ടാണോ ആ ഡേറ്റ് മെൻഷൻഡ് ആയിരിക്കണം. പിന്നെ സാലറിക്ക് വ്യത്യാസം ഉണ്ടാവും. ഹയർ പോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നല്ല പേ ആയിരിക്കും, അതേപോലെ ചില എക്സ്ട്രാ ബെനിഫിറ്റുകൾ ഉണ്ടാവാം, ചിലപ്പോൾ കാർ ഉണ്ടാവാം, TAD ഒക്കെ കൂടാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മെൻഷൻഡ് ആയിരിക്കണം. ആൻഡ് ഓൾസോ വി ഷുഡ് റിക്വസ്റ്റ് ഫോർ എൻ അക്നോളജ്മെൻറ്റ് ഫോർ ദിസ് ലെറ്റർ. ഈ ലെറ്റർ അയാളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അത് ഐ ഹാവ് റീച്ച്ഡ് ഇറ്റ് എന്ന രീതിയിൽ റിപ്ലൈയും അല്ലെങ്കിൽ ഒരു അക്നോളജ് ചെയ്യുന്നതും നമ്മൾ പറഞ്ഞിരിക്കണം, അക്നോളജ് ചെയ്തിരിക്കണം. ഓൺ റിസീവിങ് ദിസ് ലെറ്റർ ഗീവ് ആൻ അക്നോളജ്മെൻറ്റ് എന്ന രീതി. അപ്പോൾ മെയിലിലൂടെ തന്നെ, ഇപ്പോൾ മെയിലിലൂടെയാണ് നമ്മൾ പ്രൊമോഷൻ ലെറ്റർ അയച്ചെങ്കിൽ അതേപോലെ തന്നെ ഒരു അക്നോളജ്മെൻറ്റ് അക്സെപ്റ്റൻസ് ലെറ്റർ അയക്കാനായിരിക്കണം റിക്വസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊമോഷൻ ലെറ്ററിൽ വേണ്ടതും. ദ നെക്സ്റ്റ് ലെറ്റർ ഇസ് റെസിഗ്നേഷൻ ലെറ്റർ. റെസിഗ്നേഷൻ ലെറ്റർ എന്താ, ഒരു എംപ്ലോയിക്ക് എംപ്ലോയറിൻ്റെ അടുത്ത് അയക്കുന്ന ലെറ്റർ ആയിരിക്കും. എന്തായിരിക്കും പറയുക, എനിക്ക് ഈ ഓർഗനൈസേഷനിൽ ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല ഡ്യൂ ടു സം റീസൺസ് എന്ന രീതി കൊടുക്കുന്ന ലെറ്ററിനെയാണ് റെസിഗ്നേഷൻ ലെറ്റർ എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ഗിവൻ ബൈ എൻ എംപ്ലോയി ടു ദ എംപ്ലോയർ ഇൻഫോമിങ് ഹിസ് ഓർ ഹെർ ഡിസൈർ ടു ലീവ് ഫ്രം ദ ഓർഗനൈസേഷൻ ഓർ ലീവ് ഫ്രം ദ സർവീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു ലെറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഞാനൊരു എംപ്ലോയി ആണെങ്കിൽ ഞാനിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് അതോറിറ്റിക്കാണോ ഞാൻ ഈ ലെറ്റർ കൊടുക്കേണ്ടത് അവരുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം, അത് പ്രോപ്പർ ആയിരിക്കണം, ആരിലേക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഉറപ്പായിരിക്കണം. ദെൻ ദ നെയിം ഓഫ് ദ പോസ്റ്റ് ദാറ്റ് ഇസ് ഹെൽഡ് ബൈ മീ. ഞാൻ ഏത് പോസ്റ്റായി, ഇപ്പോൾ ഞാനൊരു അസിസ്റ്റൻറ്റ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തിരിക്കണം രേഷ്മ രവീന്ദ്രൻ വർക്കിംഗ് ആസ് ദ അസിസ്റ്റൻറ്റ് മാനേജർ ഇൻ ദിസ് ആൻഡ് ദിസ് കമ്പനി ഇസ് ഗോയിങ് ടു റിസൈൻ. അപ്പം എന്താണ് എൻ്റെ പോസ്റ്റ് എന്ന് മെൻഷൻഡ് ആയിരിക്കണം. അതേപോലെ ദ ഡേറ്റ് ഓൺ വിച്ച് ദ പേഴ്സൺ ഷുഡ് ബി റിലീവ്ഡ് ഫ്രം ദ സർവീസ്. എന്ന് തൊട്ടാണ് ഞാൻ ഈ ഓർഗനൈസേഷനിൽ ലീവ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഇന്ന് റെസിഗ്നേഷൻ കൊടുത്താൽ ഒരാഴ്ച ഒരു മാസവും ഞാൻ ചിലപ്പോൾ നോട്ടീസ് പീരീഡിൽ വന്നിട്ടായിരിക്കാം പിന്നെ ലീവ് ചെയ്യണം. അപ്പോൾ എന്നാണോ ലീവ് ചെയ്യാൻ പോകണം ആ ഡേറ്റ് മെൻഷൻഡ് ആയിരിക്കണം. നോട്ടീസ് പീരീഡായിട്ട് വർക്ക് ചെയ്യുന്ന ദിവസങ്ങളുണ്ടെങ്കിൽ, പക്ഷേ ഞാനിപ്പോൾ റെസിഗ്നേഷൻ ഇട്ടാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് എനിക്ക് ആ ഓർഗനൈസേഷനെ വിട്ടു പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് ബാക്കിയുള്ള പ്രൊസീഡിങ്സും ആ കമ്പനിക്ക് ഒരാൾ പറഞ്ഞു വിടുമ്പോൾ ഉള്ള കുറേ പ്രൊസീഡിങ്സ് ഉണ്ട്. ഹാൻഡ് ഓവർ ചെയ്യണം ഡ്യൂട്ടീസ് എല്ലാം, അതുപോലെ അയാൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യണം, അയാളുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യണം, ഇഫ് എനിത്തിങ് ഈസ് മിസ്സിങ്, എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും അയാളിലേക്ക് വെസ്റ്റ് ചെയ്യാനുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടി നോട്ടീസ് പീരീഡ് ഉണ്ടാവും. അപ്പോൾ ഏതാണോ എൻ്റെ നോട്ടീസ് പീരീഡ് ആ പീരീഡ് മെൻഷൻഡ് ആയിരിക്കണം. ആൻഡ് ഓൾസോ ഐ ഷുഡ് എക്സ്പ്രസ് ദ താങ്ക്സ് ടു മൈ വർക്കേഴ്സ് ഓർ മൈ കൊളീഗ്സ് ആൻഡ് ദ സീനിയേഴ്സ്. എൻ്റെ സീനിയേഴ്സായിട്ട് വർക്ക് ചെയ്തവർക്കും അതേപോലെ കൊളീഗ്സിനും ഒക്കെ താങ്ക്സും ഞാൻ പറഞ്ഞിട്ട് ഉണ്ടാവണം ഇൻ കേസ് ഓഫ് എ റെസിഗ്നേഷൻ ലെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ലെറ്റർ പറഞ്ഞു, പ്രൊമോഷൻ ലെറ്റർ പറഞ്ഞു, റെസിഗ്നേഷൻ ലെറ്റർ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മേജർ ലെറ്റേഴ്സ് വരുന്നത്. ഇനിയുള്ള കുറച്ച് ഡോക്യുമെൻറ്റേഷൻസാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പല രീതിയിലുള്ള ലെറ്റർ എന്ന് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ മോഡ്സ് ആണ്. ഒരു രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ പറയാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഓരോന്നും. അതിൽ ഫസ്റ്റ് ആണ് ദ ന്യൂസ് ലെറ്റർ അല്ലേ. ന്യൂസ് ലെറ്റർ എന്ന് കേൾക്കുമ്പോൾ പറയാം, എന്തോ ഒരു ന്യൂസിനെ
ഡെപ്പിക്റ്റ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് എ പബ്ലിക്കേഷൻ ഓഫ് ദി ഇവൻറ്റ്സ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ എന്തെങ്കിലും ഒരു പബ്ലിക്കേഷൻ അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിച്ചു, നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് ഒരു ബ്രോഷർ പോലെ എന്തൊക്കെ അവിടെ സംഭവിച്ചു, ഈ വർഷത്തെ ആനുവൽ റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ. അപ്പോൾ അതുപോലെ ഒരു പബ്ലിക്കേഷൻ ഓഫ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് കാണിച്ച് ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ദിസ് ന്യൂസ് ലെറ്റർ. ദിസ് വിൽ ബി ഇൻ എ printed report and will be sent to all the members of the customers, the employees and the people who are interested in this organization through the email. ഇമെയിലൂടെ ആയിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാം ഇൻഫോം ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ന്യൂസ് ലെറ്ററിനാണെങ്കിൽ ഒരു ഇഷ്യൂ നമ്പർ ഉണ്ടായിരിക്കണം, വോളിയം നമ്പർ ഉണ്ടായിരിക്കണം ആൻഡ് ദ മന്ത് ആൻഡ് ഇയർ ഓഫ് പബ്ലിക്കേഷൻ. ഇതൊരു നമ്മുടെ ഇയർലി പബ്ലിക്കേഷൻ അല്ലെങ്കിൽ വീക്ക്ലി പബ്ലിക്കേഷൻ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതിനൊരു ഇഷ്യൂ നമ്പർ, വോളിയം നമ്പർ, ദെൻ മന്ത് ആൻഡ് ഇയർ ഓഫ് പബ്ലിക്കേഷൻ എല്ലാം മെൻഷൻഡ് ആയിരിക്കണം. പിന്നെ ഇതിനൊരു സൈസ് ഉണ്ട്. നമ്മുടെ ഈ പ്രിൻറ്റഡ് ന്യൂസ് ലെറ്റർ ആണെങ്കിൽ ഇതിന് എത്ര 8.5 ഇഞ്ച് ടെക്സ്റ്റ് ഫോം ടെക്സ്റ്റ് കണ്ടൻറ് ഉണ്ടാവണം. ടെക്സ്റ്റ് കണ്ടൻറ്റിൻ്റെ സൈസ് 8.5 ആയിരിക്കണം. അതേപോലെ ലെറ്റർ സൈസ് 11 ആയിരിക്കണം. ഇങ്ങനെയാണ് ഒരു പ്രിൻറ്റ് ന്യൂസ് ലെറ്ററിൻ്റെ ഫോമാറ്റും വരുന്നത്. അതേപോലെ ഈ ന്യൂസ് ലെറ്റർ എന്ന് പറയുമ്പോൾ 2 രീതിയിലുള്ള ന്യൂസ് ലെറ്റേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് എംപ്ലോയി ന്യൂസ് ലെറ്റർ ആൻഡ് എ കസ്റ്റമർ ന്യൂസ് ലെറ്റർ. എംപ്ലോയി ന്യൂസ് ലെറ്റർ ആൻഡ് കസ്റ്റമർ ന്യൂസ് ലെറ്റർ. അപ്പോൾ എംപ്ലോയീസിന് വേണ്ടിയിട്ട്, ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ന്യൂസ് ലെറ്റർ അല്ലെങ്കിൽ ദ പബ്ലിക്കേഷൻ ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിനെ നമ്മൾ എംപ്ലോയി ന്യൂസ് ലെറ്റർ എന്ന് പറയും. അപ്പോൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ മാത്രമേ അത് മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പീരിയോഡിക്കലി ആയിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് അഡ്ഹോക്ക് ആയിട്ടായിരിക്കാം നമ്മൾ അങ്ങനെയുള്ള ലെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വലിയ വലിയ ഓർഗനൈസേഷനിലാണെങ്കിൽ ഒരു ന്യൂസ് ലെറ്ററൊന്നും അല്ല, അത് ഒന്നിലധികം ന്യൂസ് ലെറ്റേഴ്സ് ഉണ്ടാവും. അത് പല പല പേരിലായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് ന്യൂസ് ലെറ്റർ ആയിട്ട്, അപ്പോൾ എക്കണോമിക് സ്റ്റാറ്റസ് മാത്രമായിരിക്കും ആ ഓർഗനൈസേഷൻ്റെ. പിന്നെ HRD ന്യൂസ് ലെറ്റർ, അവിടെയുള്ള HR പ്രാക്ടീസസിനെ പറ്റി, ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസസിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടായിരിക്കാം. പിന്നെ ട്രെയിനിങ് ന്യൂസ് ലെറ്റേഴ്സ്, എന്തൊക്കെ രീതിയിലുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു അതിനെ പറ്റിയിട്ടാവാം. അങ്ങനെ പല രീതി, ഒരു വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ പല പല ന്യൂസ് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനിയുള്ളത് അപ്പം ഒരു ഹൗസ് മാഗസീൻ പോലെയൊക്കെ വരുന്നതിനെയൊക്കെ നമുക്ക് എംപ്ലോയി ന്യൂസ് ലെറ്റർ എന്ന് പറയാം. അപ്പം ഒരു എംപ്ലോയിക്ക് അവരുടെ ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള കുറേ കൂടെ ഐഡിയ കിട്ടാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി എഡ്യൂക്കേറ്റീവ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് ഈ ന്യൂസ് ലെറ്റേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും അവർക്ക് ഇമെയിലിലൂടെ സെൻഡ് ചെയ്യുന്നത്. ഇനി കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂസ് ലെറ്റർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ് മാനുവൽസ് ഒക്കെ ഉണ്ടാവും. എന്തൊക്കെ പ്രൊഡക്റ്റ് ഞാൻ കമ്പനിയിൽ ഉണ്ടാക്കി, എന്താണ് ആ പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്, എത്രത്തോളം റവന്യൂ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ന്യൂസ് ലെറ്റർ പോലെ പ്രിപ്പയർ ചെയ്യാണ് ഫോർ ദ കസ്റ്റമർ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് കസ്റ്റമർ ന്യൂസ് ലെറ്റർ. അപ്പോൾ ന്യൂസ് ലെറ്റേഴ്സ് എന്താണെന്നാണ് പറഞ്ഞത്. ന്യൂസ് ലെറ്റർ എന്താ, ജസ്റ്റ് ഇറ്റ് ഈസ് എ പബ്ലിക്കേഷൻ ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് ക്യാൻ ബി സെൻഡ് ത്രൂ ഇമെയിൽ to any person who are interested in the organization. It can be the customer or the suppliers or the employees, etc. And on the basis we can say there are 2 types of newsletters, that is employee newsletter and customer ന്യൂസ് ലെറ്റർ. അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞ. എംപ്ലോയി ന്യൂസ് ലെറ്ററിൻ്റെ എക്സാമ്പിളാണ് എക്കണോമിക് ന്യൂസ് ലെറ്റർ, ട്രെയിനിങ് ന്യൂസ് ലെറ്റർ ആൻഡ് ഓൾസോ HRD ന്യൂസ് ലെറ്റർ. അപ്പം ഇതൊരു ഫോം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു ഫോം ഓഫ് ഡോക്യുമെൻറ്റേഷൻ. അനദർ ടൈപ്പ് ഇസ് ഓഫീസ് സർക്കുലർ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഒരു ഗവൺമെൻറ് ഓഫീസിലൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ആണെങ്കിലൊക്കെ അവിടെ സർക്കുലേഴ്സും നോട്ടീസും ഒക്കെ കാണും. അപ്പോൾ സർക്കുലറും നോട്ടീസും ഒക്കെ എന്താ, ഡിപ്പാർട്ട്മെൻറ്റൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ second one is office circular. So it is a common type of departmental communication. Departmental communicate ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് this office document. It is presented and addressed to a number of persons in an organization. ഒരാളിലേക്കൊന്നും അല്ല സർക്കുലർ പോലെ കുറേ ആൾക്കാരിലേക്ക് വിത്തിൻ ദ ഓർഗനൈസേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫീസ് സർക്കുലേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ മിക്കവാറും ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും അതിനകത്ത് പോകുക. സർക്കുലറിൽ എല്ലാവരും കാണാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാക്ടിക്കൽ ആവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഓഫീസ് സർക്കുലേഴ്സിൽ ഉണ്ടാകുന്നത്. അല്ലാതെ കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സ് ഒന്നും ഒരിക്കലും ദിസ് സർക്കുലേഴ്സിൽ നമ്മൾ മെൻഷൻ ചെയ്യത്തില്ല. ബിക്കോസ് ഇത് ഡിസ്പ്ലേഡ് ഇൻ ദ നോട്ടീസ് ബോർഡിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്കേഴ്സിന് നമ്മൾ മെയിലിലൂടെയൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക, ഒരു ഓപ്പൺ മെയിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഇതൊന്നും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു മാറ്റേഴ്സ് ഇതിനകത്ത് മെൻഷൻഡ് ആയിരിക്കില്ല. ദെൻ ഇറ്റ് ഈസ് ഐദർ പുട്ട് ഓൺ ദി നോട്ടീസ് ബോർഡ് ഓർ സർക്കുലേറ്റഡ് അമംഗ് ദ സ്റ്റാഫുകളുടെ ഇടയിലേക്ക് സർക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് സർക്കുലേറ്റ് ചെയ്ത കണ്ടൻസിലൊക്കെ സർക്കുലറിൻ്റെ താഴെ ആ സ്റ്റാഫുകളെല്ലാം
സൈനും ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ അവരത് കണ്ടിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവരത് സൈനും ചെയ്ത് കൊടുക്കേണ്ടതായിരിക്കും. അപ്പം നമ്മൾ മിക്കവാറും ചെറിയ ഇങ്ങനെ എന്തെങ്കിലും മാറ്റേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ഹയർ പൊസിഷനിലേക്ക് പ്രൊമോഷൻ, അതേപോലെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ പല പല ചേഞ്ചസ് കൊണ്ടുവന്നു. ഇപ്പം നമ്മുടെ ടൈം മാറ്റി, ഡേറ്റ്, നമ്മളുടെ ഒരു ദിവസത്തെ വർക്കിംഗ് അവേഴ്സിന് മാറ്റം വരുത്തി, അല്ലെങ്കിൽ LIC റൂൾസ്, അല്ലെങ്കിൽ കൺവെയൻസ് അലവൻസ്, മെഡിക്കൽ റൂൾസ്, അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, ക്യാൻറ്റീനിലോ ലൈബ്രറിയിലോ ഒക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള ഓഫീസ് സർക്കുലേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഓഫീസ് സർക്കുലേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ഓഫീസ് സർക്കുലർ എന്തിലായിരിക്കും, ഒരു ലെറ്റർ ഹെഡിലായിരിക്കും പ്രിൻ്റ് ചെയ്യേണ്ടത്. ലെറ്റർ ഹെഡ് എന്ന് പറഞ്ഞാൽ മുകളിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേരും അതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും കോൺടാക്റ്റ് IDയും അതേപോലെ ഒരു നമ്പറും ഒക്കെ ഉള്ള ഒരു ലെറ്റർ ഹെഡിലായിരിക്കും നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് സർക്കുലർ നമ്പറും അതുപോലെ ഡേറ്റും മസ്റ്റായിട്ട് വേണ്ടതാണ്. സർക്കുലറിൽ എപ്പോഴും സർക്കുലർ നമ്പറും അതുപോലെ ഡേറ്റും വേണം. എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത് ആദ്യം മെൻഷൻ ചെയ്യുക. സബ് എന്ന് എഴുതിയിട്ട് നമ്മുടെ ലെറ്ററിലൊക്കെ എഴുതുന്ന പോലെ തന്നെ സബ് എന്ന് എഴുതിയിട്ട് കാര്യങ്ങൾ മെൻഷൻഡ് ആയിരിക്കണം. എന്ത് കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ വർക്കിംഗ് അവേഴ്സിൻ്റെ ചേഞ്ച് ചെയ്യുന്ന വർക്കിംഗ് അവേഴ്സ് ഡ്യൂ ടു ദിസ് ആൻഡ് ദിസ് എന്ന കാര്യങ്ങൾ എഴുതിയിരിക്കണം. പിന്നെ കംപ്ലീറ്റ് ആൻഡ് കറക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ സർക്കുലറിൽ ടൈപ്പ് ചെയ്തിരിക്കണം. കുറച്ചൊന്നും മിസ്സിംഗ് ആയിട്ടുള്ള രീതിയിലൊന്നും ആവരുത് നമ്മുടെ സർക്കുലർ. പിന്നെ സിമ്പിൾ ആൻഡ് അൺആംബിഗ്വസ് ലാംഗ്വേജിലായിരിക്കും, ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ എല്ലാവർക്കും മനസ്സിലാവുന്ന ലാംഗ്വേജിൽ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഓൾസോ ദ സിഗ്നേച്ചർ ഇസ് മസ്റ്റ്. ആരാണോ ഈ സർക്കുലർ പ്രിപ്പയർ ചെയ്യുന്ന അയാളുടെ സിഗ്നേച്ചർ മസ്റ്റാണ്. അതുപോലെ ഈ സർക്കുലർ നമ്മൾ കൊടുക്കുമ്പോൾ ഓരോ എംപ്ലോയീസിലേക്ക് അല്ലെങ്കിൽ ഓരോ സ്റ്റാഫുകൾ അറിയുമല്ലോ, അപ്പോൾ അവരുടെയൊക്കെ സൈൻ വാങ്ങാൻ വേണ്ടി ഒരു എൻക്ലോസിങ് ഷീറ്റ്സ് ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ടും വെച്ചിരിക്കണം. ആരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ആരൊക്കെ അതെല്ലാം കണ്ടു. അപ്പോൾ സൈൻ വാങ്ങുന്ന എന്തിനാണ്, ഈ സർക്കുലർ ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓഫീസ് സർക്കുലർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ സർക്കുലർ പറഞ്ഞു, അതുപോലെ what is meant by this newsletter and also the office circulars. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനിയുള്ളത് അജണ്ട എന്ന കൺസെപ്റ്റാണ്. അജണ്ട നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഒരു മീറ്റിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ മീറ്റിങ്ങിന് മുന്നേ പ്രിപ്പയർ ചെയ്ത ഒന്നാണ് അജണ്ട എന്ന് പറയുന്നത്. ആ മീറ്റിങ്ങിൽ എന്താണോ സംസാരിക്കേണ്ടത് ആ കാര്യങ്ങളിനെ പറ്റി പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ അജണ്ട പ്രിപ്പറേഷൻ എന്ന് പറയുക. സോ ഇറ്റ് ഇസ് എ ഡോക്യുമെൻറ്റ് സ്റ്റേറ്റിംഗ് ദ മാറ്റേഴ്സ് ടു ബി ഡിസ്കസ് അറ്റ് എ ഫോർത്ത് കമ്മിങ് മീറ്റിംഗ്. ഇനി വരാൻ പോകുന്നൊരു മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം അതിനെയാണ് അജണ്ട എന്ന് പറയുന്നത്. അത് ഒരു ഡോക്യുമെൻറ്റ് ഫോമിൽ നമ്മൾ എഴുതിയോ അല്ലെങ്കിൽ പ്രിൻറ്റഡ് ഫോമിലോ വെക്കുകയാണെങ്കിൽ ഓക്കെ. സോ ദിസ് ഇസ് സെൻഡ് അലോങ് വിത്ത് ദ നോട്ടീസ് ഓഫ് ദ മീറ്റിങ്ങിന് നമ്മൾ നോട്ടീസ് അയക്കും അല്ലേ, എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് നോട്ടീസ് എന്ന ഫോമിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അജണ്ടയും കൂടെ അറ്റാച്ച് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ അജണ്ട പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യൂസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു അജണ്ട പ്രിപ്പയർ ചെയ്ത് അതിനനുസരിച്ചാണ് ഈ മീറ്റിംഗ് പോകുന്നതെങ്കിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നവർക്കൊക്കെ എന്താണ് നമുക്ക് ആ മീറ്റിങ്ങിൽ സംസാരിക്കേണ്ടത് കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം, അതെല്ലാം പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കണ്ടക്ട് ഓഫ് ദ മീറ്റിംഗ് പ്രോപ്പർലി കണ്ടക്റ്റഡ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ടൈം ഷെഡ്യൂളൊക്കെ നമ്മൾ അജണ്ടയിൽ ഫിക്സ് ചെയ്യും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ റെലവൻറ്റ് മാറ്റേഴ്സ് മാത്രം ഡിസ്കസ് ചെയ്യുക. അതുപോലെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മീറ്റിങ്ങിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെങ്കിൽ മീറ്റിംഗ് എടുത്ത തീരുമാനങ്ങൾ അതെല്ലാം നോട്ട് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് പറയുക. അപ്പോൾ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അജണ്ട ഉണ്ടെങ്കിൽ അജണ്ടയുടെ കാര്യങ്ങൾ നോക്കി നമുക്ക് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് യൂസുകളാണ് അജണ്ട കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ അജണ്ട എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ അടുത്ത മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സംസാരിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡോക്യുമെൻറ്റ് ഫോമിൽ പ്രിപ്പയർ ചെയ്യുന്നു ഫോർ എ ഫ്യൂച്ചർ റെഫറൻസ് ഇൻ എ മിനിറ്റ് പ്രിപ്പറേഷൻ ഓർ ഇൻ ദ കണ്ടക്ട് ഓഫ് ദ മീറ്റിംഗ് ടു ഗെറ്റ് എ പ്രിപ്പറേഷൻ ഓർ ഫോർ ദ ഡിസ്കസിങ് ദ റെലവൻറ്റ് മാറ്റേഴ്സ് ഓൺലി. വേറെ ചിലപ്പം മീറ്റിങ്ങിൽ വേറെ പലതും ഒക്കെ സംസാരിച്ച് വരും. അപ്പോൾ അതൊന്നും സംസാരിക്കാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ദിസ് അജണ്ട ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് പല ടൈപ്പിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ കമ്മ്യൂണിക്കേഷനാണ്. ആദ്യം പറഞ്ഞത് ഏതായിരുന്നു, നമ്മളുടെ ന്യൂസ് ലെറ്റേഴ്സ് പറഞ്ഞു, പിന്നെ ഓഫീസ് സർക്കുലേഴ്സ്, നെക്സ്റ്റ് ദ അജണ്ട, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് നോട്ടീസ്, ഓഫീസ് നോട്ടീസ്. ഇപ്പോൾ മീറ്റിങ്ങിനെ പറ്റി നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞു, അത് തന്നെയാണ് ഇവിടെ പറയുന്നത് നോട്ടീസ് എന്താണെന്ന്. അപ്പോൾ കുറേ ആൾക്കാരിലേക്ക് നമുക്കൊരു കാര്യങ്ങൾ പെട്ടെന്ന് എത്തിക്കണം. ഇപ്പോൾ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരിലേക്കായിരിക്കും എത്തിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ നോട്ടീസ് ബോർഡിലെല്ലാം അറ്റാച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ദിസ് നോട്ടീസ് ബോർഡിൻ്റെ പർപ്പസ് തന്നെ നോട്ടീസ്
വെക്കാൻ വേണ്ടിയിട്ടാണ്. But to reach a maximum number of people, which is put in a notice board is called notice, and it will announce some of the social events. ഇപ്പോൾ എന്തെങ്കിലും ഒരു സോഷ്യൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാം വരുന്നു, ഇപ്പോൾ ഓണം സെലിബ്രേഷൻ, അതെല്ലാം വെച്ചാൽ ഒരു നോട്ടീസിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ, എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സോഷ്യൽ ഇവൻറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നു. ഇപ്പം നമ്മുടെ കോളേജിലേക്ക് തന്നെ ചിലപ്പം ഒരു ജോബ് ഫെയറിൻ്റെ കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ആ കോളേജിലെ എല്ലാവരും അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെയായിരിക്കും, നോട്ടീസ് ബോർഡിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു എക്സാം വരുന്നു, ഒരു മാറ്റ് എൻട്രൻസ്, ഇപ്പം നിങ്ങൾ BBA സ്റ്റുഡൻസ് ആണ്, അപ്പം BBA ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, MBA ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആ കോളേജുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴേക്ക് ഒരു എക്സാം വരുന്നുണ്ട് എന്ന രീതിയിൽ നിങ്ങളെ എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ മാറ്റ് കാറ്റ് അങ്ങനെയുള്ള പല എക്സാംസ് ഉണ്ട്. അത് ക്ലിയർ ചെയ്താലാണ് നിങ്ങൾക്ക് MBA ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോംസും അതുപോലെ അതിനെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ നോട്ടീസ് ബോർഡിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോട്ടീസസ് എന്ന് പറയുന്നതും. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും അതിനൊരു ക്ലിയർ ഹെഡിങ് ഉണ്ടായിരിക്കണം. നോട്ടീസ് എന്ന് വെച്ചാൽ എല്ലാവരും കാണുന്നതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം വന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ എ പ്യുവർ ഓർ ക്ലിയർ ഹെഡിങ് ഈസ് റിക്വയർഡ്. ദെൻ ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ എ ഷോർട്ട് ആൻഡ് സിമ്പിൾ ലാംഗ്വേജും അതുപോലെ സെൻറ്റൻസും ഒക്കെ ചെറുതായിരിക്കണം. ഭയങ്കര ലെങ്തി ആയിട്ട് എഴുതി ആരും അത് വായിക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ സിമ്പിൾ ആൻഡ് ഷോർട്ട് സെൻറ്റൻസസ് ആയിട്ട് എഴുതുക. ദെൻ യൂസ് ബുള്ളറ്റ് മാർക്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്പറിങ്ങോ ഒക്കെ ചെയ്യുക. അങ്ങനെ സെപ്പറേറ്റ് ലൈൻസ് ആക്കി ഓരോ പോയിൻ്റ് ആയിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ പല ഫോൺസ് ഉപയോഗിക്കാം, പല കളേഴ്സ് ഉപയോഗിക്കാം, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാം. അതേപോലെ ഡേറ്റും നമ്പറും അതുപോലെ ആരാണോ ഈ നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ സൈനും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണിത് പ്രിപ്പയർ ചെയ്തത്? ഇപ്പോൾ ഓഫീസ് സൂപ്രണ്ട് ആണെങ്കിൽ ഓഫീസ് സൂപ്രണ്ടിൻ്റെ ഡെസിഗ്നേഷൻ അവിടെ എഴുതിയിരിക്കണം, ആൻഡ് സൈൻ ഇസ് റിക്വയർഡ്. അതേപോലെ ഡേറ്റും നമ്പർ ഓഫ് ദ നോട്ടീസ് പല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു കമ്പനിയോ കുറേ നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യും. അപ്പോൾ എത്രാമത്തെ നമ്പർ നോട്ടീസാണ് ആ കാര്യങ്ങളും മെൻഷൻഡ് ആയിരിക്കണം. അതാണ് നോട്ടീസ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് മെമ്മറാൻഡം. ഓഫീസ് മെമ്മറാൻഡം എന്ന് പറഞ്ഞാൽ മെമ്മോ എന്ന് നിങ്ങൾ കേൾക്കാറുണ്ട്. ഇപ്പം നിങ്ങളുടെ പാരൻസൊക്കെ ഓഫീസിലൊക്കെ ഗവൺമെൻറ് ഓഫീസിലാണെങ്കിൽ മെമ്മോ കിട്ടി അങ്ങനെയൊക്കെ പറയും. അപ്പം മെമ്മോ എന്ന് പറഞ്ഞാൽ നോട്ട് ടു അസിസ്റ്റ് ദ മെമ്മറി, നമ്മൾ ഓർത്തിരിക്കാം. മെമ്മറിയുടെ ഷോർട്ട് എന്നല്ലേ. അപ്പം നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് വരുന്ന ഒരു നോട്ടിനെയാണ് നമ്മൾ മെമ്മോ ഓർ മെമ്മറാൻഡം എന്ന് പറയുന്നത്. സോ ഹിയർ ദ സുപ്പീരിയർ ഓഫീസർ, ഒരു സുപ്പീരിയർ ഓഫീസിൽ നിന്നൊരു സബോർഡിനേറ്റ് ഓഫീസിലേക്ക് ഒരു കാര്യത്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ കിട്ടാനോ അല്ലെങ്കിൽ കുറച്ച് സജഷൻസ് എടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ ഒക്കെ വിടുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ഓഫീസ് മെമ്മറാൻഡം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾവേസ് ആൻ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ. ഇതൊരിക്കലും ഒരിക്കലും നമ്മൾ പുറത്ത് കസ്റ്റമേഴ്സിലേക്കോ ബാക്കിയുള്ളവർ കാണാനോ ഒന്നും ആയിരിക്കില്ല. ഒരു ഓഫീസിൽ നിന്ന് അവരുടെ താഴത്തെ ഒരു ഓഫീസിലേക്ക് സെൻഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റ് ഈസ് മെമ്മോ. സോ ഇറ്റ് വിൽ ബി ടു. It is not two, it is two. TOA ഉള്ളൂ. It is to issue instruction, seek suggestion, request information, grant or withdraw permission. ചിലപ്പോൾ കൊടുത്തിരിക്കുന്ന കുറച്ച് പെർമിഷൻസ് വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് പെർമിഷൻ പ്രൊവൈഡ് ചെയ്യാനോ എന്തെങ്കിലും സജഷൻസ് നമുക്ക് കിട്ടാനോ അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ്, ഇതെല്ലാം നമ്മളെ മെമ്മോയിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. ഇനി മെമ്മോ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ എന്തൊക്കെയാണ്? ഇത് റിട്ടൺ എന്ന ഫോമിലും വരാം, അല്ലെങ്കിൽ പ്രിൻ്റഡ് ആയിട്ടും നമുക്ക് എഴുതിയും കൊടുക്കാം, അതുപോലെ പ്രിൻ്റഡ് ഫോമിലും എടുക്കാം. ഇതിലെപ്പോഴും ആരാണ് ഇത് അയക്കുന്നത്? ഇപ്പോൾ സുപ്പീരിയർ ഓഫീസിൽ നിന്ന് ഇൻഫീരിയർ ഓഫീസിലേക്ക് ആയിരിക്കുമല്ലോ. അപ്പം അവരുടെ പേരും അതുപോലെ ഡെസിഗ്നേഷനും മെൻഷൻഡ് ആയിരിക്കണം. ഒരാൾ സുപ്പീരിയർ ഓഫീസിൽ നിന്ന് ഒരാൾ ഒരു സബോർഡിനേറ്റ് ഓഫീസിൽ വേറൊരാൾക്കായിരിക്കും അയക്കുന്നത്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ പേരും അവരുടെ ഡെസിഗ്നേഷനും മെൻഷൻഡ് ആയിരിക്കണം. പിന്നെ ഡേറ്റ് വേണം, അതുപോലെ റെഫറൻസ് നമ്പർ വേണ്ടി വരും. ദെൻ ഫ്രം ആൻഡ് ടു ഇസ് റിക്വയർഡ്. ആരിൽ നിന്ന് ആരിലേക്കാണ് സെൻഡ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നമ്മൾ ലെറ്ററിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് സല്യൂട്ടേഷൻ വേണം. ഡിയർ സർ, ഡിയർ മാം, ഡിയർ സേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മെൻഷൻ ചെയ്യുക. അതിനെ നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറയുക. എന്നാൽ മെമ്മോയിൽ ഒരിക്കലും സല്യൂട്ടേഷൻ വേണ്ട. അതൊരു ഓർഡർ പോലെയാവും മിക്കവാറും വരാറ്. അതുകൊണ്ട് അതിനകത്ത് സല്യൂട്ടേഷൻസ് വേണ്ട. അതേപോലെ തന്നെ കോംപ്ലിമെൻ്ററി ക്ലോസും വേണ്ട. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ട്രൂത്ത്ഫുള്ളി, അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട. അപ്പോൾ ലെറ്ററിനെക്കാളും ഡിഫറൻസ് ഇതാണ്. സല്യൂട്ടേഷനും ആവശ്യമില്ല, അതുപോലെ കോംപ്ലിമെൻ്ററി ക്ലോസും ആവശ്യമില്ല. പക്ഷേ സിഗ്നേച്ചർ മസ്റ്റാണ്. കോംപ്ലിമെൻ്ററി ക്ലോസ് ഇല്ലെങ്കിലും നമ്മൾ സിഗ്നേച്ചർ അതിൻ്റെ അപ്രോപ്രിയേറ്റ് പ്ലേസിൽ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ
സൈൻ കൊടുത്തിരിക്കണം. പിന്നെ ഇപ്പോൾ ഒരു മെമ്മോയിൽ നമുക്ക് 2-3 കാര്യങ്ങൾ പറയണം, 2-3 ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുണ്ട്, അതുപോലെ പെർമിഷൻ കൊടുക്കാനുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് പാരഗ്രാഫിലായിട്ട് വേണം എഴുതാൻ. അതിന് നമ്പറിങ് ഇട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് റിപ്ലൈ കിട്ടുമ്പോൾ ഈ മെമ്മോയ്ക്ക് അനുസരിച്ച് നമുക്ക് റിപ്ലൈ കിട്ടുമല്ലോ. റിപ്ലൈ കിട്ടുമ്പോൾ എല്ലാ പോയിൻറ്റ്സും അവർ നോട്ട് ചെയ്യുന്നുണ്ടോ എന്നും അറിയാൻ പറ്റും. അപ്പോൾ നമ്പർ ചെയ്തിട്ട് ഓരോ പോയിൻറ്റ്സും പലതായിട്ടായിരിക്കണം നമ്മൾ മെമ്മോയിൽ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മെമ്മോ പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ഇതിൻ്റെ ഫോമാറ്റ് നിങ്ങൾക്ക് ബുക്സിലും അതുപോലെ ടെക്സ്റ്റിലും ബുക്കിലും അതുപോലെ ഇൻ്റർനെറ്റിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക എങ്ങനെയായിരിക്കും ഒരു മെമ്മോ പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് മെമ്മോ. ഈ മെമ്മോ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വാട്ട് ആർ ദി യൂസസ് ഓഫ് പ്രിപ്പയറിങ് എ മെമ്മോ. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഇസ് ഇൻഎക്സ്പെൻസീവാണ്. മോഡ് ഓഫ് ട്രാൻസ്ഫർ ഭയങ്കര സുഖമാണ്. അതിൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ നമുക്ക് എക്സ്പെൻസീവ് സ്റ്റേഷനറി ഒന്നും ആവശ്യമില്ല. പിന്നെ ഇറ്റ് ക്യാൻ ബി ബ്രീഫായിട്ട് ചുരുക്കി തന്നെ കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്യും. കൺവീനിയൻ്റ് ആണ്, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാം, ക്വിക്കാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യാനും അതിനനുസരിച്ചുള്ള റിപ്ലൈ ഇടാനും ഒക്കെ സുഖമായിരിക്കും. അതുപോലെ അക്കൗണ്ടബിലിറ്റിയും ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് മേജർ അഡ്വാൻറ്റേജസ് ഓഫ് സെൻഡിങ് മെമ്മോ ടു ദ ലോവർ ഓർഗനൈസേഷൻസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഓഫീസ് ഓർഡർ. അടുത്തതാണ് ഓഫീസ് ഓർഡർ ആയിട്ട് വരുന്നത്. സോ വാട്ട് ഈസ് മെൻ ബൈ ഓഫീസ് ഓർഡർ? ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ഫ്രം ദ സുപ്പീരിയർ ടു ദ സബോർഡിനേറ്റ് ഫോർ എക്സിക്യൂഷൻ. ഇപ്പം മെമ്മോയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, ചിലപ്പോൾ ഓർഡേഴ്സ് ആവാം, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിരിക്കാം, പെർമിഷൻ കൊടുക്കാനായിരിക്കാം, വിഡ്രോ ചെയ്യാനായിരിക്കാം, അങ്ങനെയാണ്. എന്നാൽ അതിനുള്ള ഡയറക്ഷൻ കൊടുത്ത് കറക്റ്റ് ഓർഡറായിട്ട് കൊടുക്കുന്നതിനെ നമ്മൾ ഓഫീസ് ഓർഡേഴ്സ് എന്ന് പറയാം. ഡയറക്ഷൻ ഗിവൺ ഫ്രം എ സുപ്പീരിയർ ടു ദ സബോർഡിനേറ്റ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ അല്ലേ, ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ഡോക്യുമെൻറ്റേഷനിലെ അവസാനത്തെയാണ് ഓഫീസ് ഓർഡേഴ്സ്. സോ ഇറ്റ് ഇസ് എ ടൂൾ ഫോർ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പല ടൈപ്സ് പറഞ്ഞു. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ ആൻഡ് ലാറ്ററൽ അല്ലേ. അപ്വേർഡ് എന്ന് പറയുമ്പോൾ ഒരു ലോവർ ലെവലിൽ നിന്ന് അപ്പർ ലെവലിലേക്ക് പോകുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന ഫോമിൽ ലോവർ വർക്കേഴ്സ് അവരുടെ സൂപ്പർവൈസേഴ്സിനോട് പറയുന്നു, അവർ മാനേജർ ലെവലിലോട് പറയുന്നു, മാനേജർ സിഇഒയിലേക്ക് എത്തിക്കുന്നു, അത് അപ്വേർഡ്. ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു സിഇഒ താഴത്തെ സൂപ്പർവൈസേഴ്സിനോടും മാനേജേഴ്സിനോടും പറഞ്ഞ് അത് ഫൈനലി എംപ്ലോയീസിലേക്കും വർക്കേഴ്സിലേക്കും എത്തുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഓർഡർ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ടൂളാണ് ദിസ് ഓഫീസ് ഓർഡേഴ്സ്. ആൻഡ് ഇറ്റ് നീഡ് ടു സ്പെസിഫൈ ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഇസ് മെൻ. ചിലപ്പോൾ ഒരു ഓർഡർ മേക്ക് ചെയ്യുന്നത് നമ്മൾ ഒരാളിലേക്കായിരിക്കും, അല്ലെ മിക്കവാറും ഒരാളിലേക്കായിരിക്കും നമ്മൾ ഒരു ഓർഡർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്ക്. അപ്പോൾ ആരിലേക്കാണ് ആ ഓർഡർ കൊടുത്തിരിക്കുന്നത് അവരുടെ പേര് മെൻഷൻ ചെയ്യേണ്ടത് മസ്റ്റ് ആയിരിക്കണം. ആരിലേക്കാണ് ഓർഡർ പോകുന്നത് അവരുടെ പേര് മെൻഷൻ ചെയ്തിരിക്കണം. ഇനി ഇതിൽ ബാക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതൊരു ഹയർ ഓഫീഷ്യലിൽ നിന്ന് ലോവർ ഓഫീഷ്യൽസിലേക്ക് അല്ലെങ്കിൽ ലോവർ റാങ്ക്ഡ് ഓഫീസറിലേക്ക് മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർഡർ ഒരിക്കലും ഒരു ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇതെപ്പോഴും എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ഓർഡർ ആയിരിക്കും മിക്കവാറും ഓഫീസ് ഓർഡേഴ്സിൽ ഉണ്ടാവുന്നത് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ഇതെപ്പോഴും തേർഡ് പേഴ്സൺ ആയിരിക്കണം എഴുതേണ്ടത്. ഇപ്പം റിട്ടേൺ ഇൻ തേർഡ് പേഴ്സൺ ഇൻ എ ഡയറക്റ്റ് ലാംഗ്വേജ്. വേറൊരാളായിരിക്കണം, ഇപ്പം എനിക്ക് വേണ്ടി എഴുതേണ്ട വേറൊരാളായിരിക്കും, അയാൾ എനിക്ക് വേണ്ടിയിട്ടാണ് അടുത്ത ആളിലേക്ക് എഴുതുന്നത് എന്ന രീതി ഡയറക്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഡയറക്റ്റ് മോഡിലാണ് ഒരു തേർഡ് പേഴ്സൺ ഈ ഓർഡേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇവിടെയും സല്യൂട്ടേഷൻ ആവശ്യമില്ല, ഡിയർ സർ, ഡിയർ മാം, അതൊന്നും ആവശ്യമില്ല. സിഗ്നേച്ചറും നെയിമും ഡെസിഗ്നേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഇത് സെൻഡ് ചെയ്യുന്നത് അവരുടെ സിഗ്നേച്ചർ, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നോ ഇൻസൈഡ് അഡ്രസ് ഇസ് റിക്വയർഡ് ആൻഡ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഇസ് മെന്റ് ഇസ് റിട്ടൺ അറ്റ് ദ ബോട്ടം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാർജിൻ. എപ്പോഴും നമ്മൾ ആരിലേക്കാണ് ഈ ഓർഡേഴ്സ് കൊടുക്കുന്നത് അവരുടെ പേര് എവിടെയാണ്, ആ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടു ഹൂം ആൻഡ് ഓൾ ദിസ് ഇസ് ആപ്ലിക്കബിൾ എന്ന രീതിയിൽ എഴുതിയിട്ട് നമ്മൾ അവരുടെ പേരും മെൻഷൻഡ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് വിച്ച് ആർ ദ മാറ്റേഴ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ഓഫീസ് ഓർഡർ. എന്തൊക്കെ കേസിലാണ് നമ്മൾ ഓഫീസ് ഓർഡർ ഇഷ്യൂ ചെയ്യാമെന്ന്. എന്തൊക്കെ കേസിലായിരിക്കും, ഒന്നെങ്കിൽ നമുക്ക് ഒരാളെ പോസ്റ്റ് ചെയ്യണം, വേറൊരു പൊസിഷനിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു, ഓർ ഇഫ് വി ആർ സസ്പെൻഡിങ് ദാറ്റ് പേഴ്സൺ ഓർ ടെർമിനേറ്റിംഗ് ദ സർവീസ് ഓഫ് ദാറ്റ് പേഴ്സൺ ഓർ ഗ്രാൻഡിങ് ഓഫ് വിഡ്രോയിങ് സർട്ടൺ പ്രിവിലേജസ് ഓഫ് സർട്ടൺ പേഴ്സൺ. കുറച്ച് ആൾക്കാരുടെ നമുക്ക് കൊടുത്തിരുന്ന പെർമിഷൻസ് ഒക്കെ നമ്മൾ വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് അയാളുടെ മേലെ കൊടുക്കുക, അല്ലെങ്കിൽ അയാളുടെ മേലെ എടുക്കാൻ പോകുന്ന ഡിസിപ്ലിനറി ആക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ മിക്കവാറും ദിസ് ഓഫീസ് ഓർഡേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്.
അപ്പോൾ വിത്ത് ദിസ് നമ്മളുടെ ലാസ്റ്റ് 4th മൊഡ്യൂളും കംപ്ലീറ്റ് ആവുകയാണ്. അപ്പം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാം എന്ന് വെച്ചാൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ മീഡിയ ആൻഡ് മോഡ്സ് ആണ്. എങ്ങനെയാണ് നമ്മൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആക്കുക എന്നതാ പറഞ്ഞ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആദ്യത്തെ ഏതായിരുന്നു? പ്രമോഷൻ ലെറ്റർ. ഇൻ്റർവ്യൂ നമ്മൾ ലാസ്റ്റേ പറഞ്ഞു. പ്രമോഷൻ ലെറ്റർ എന്താണ്? ദെൻ അബൌട്ട് ദ റെസിഗ്നേഷൻ ലെറ്റർ, ന്യൂസ് ലെറ്റർ. റെസിഗ്നേഷൻ ലെറ്റർ വരെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലല്ല, ഇനി തൊട്ടുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റൽ കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്നത്. ന്യൂസ് ലെറ്റേഴ്സ്, ഓഫീസ് സർക്കുലേഴ്സ്, ദെൻ അജണ്ട, നോട്ടീസസ്, ഓഫീസ് മെമ്മറാൻഡം, മെമ്മോ ആൻഡ് ഓഫീസ് ഓർഡേഴ്സ്. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ കംപ്ലീറ്റ് അവർ 4th മൊഡ്യൂൾ. അപ്പം ഇതിൻ്റെ ഓരോ കാര്യങ്ങളുടെ ഞാൻ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പം എല്ലാ ലെറ്റേഴ്സിനും ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ലെറ്റേഴ്സിനുമുള്ള ഫോമാറ്റ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നെറ്റിലും അവൈലബിൾ ആയിരിക്കും. നിങ്ങളതെല്ലാം നോക്കുക. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സാധനങ്ങൾ ലെറ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഐ ക്യാൻ ക്ലിയർ ദാറ്റ്. എന്തെങ്കിലും ഹെൽപ്പ് വേണം, ഏതെങ്കിലും ലെറ്റർ പ്രിപ്പയർ ചെയ്യണം, അതിന് ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഇന്ന് എഴുതേണ്ട അസൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റൽ, ഞാൻ പറഞ്ഞ ന്യൂസ് ലെറ്റേഴ്സ് തൊട്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൽ കമ്മ്യൂണിക്കേഷൻ വന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ കമ്മ്യൂണിക്കേഷനായിട്ട് വന്നിട്ടുള്ള ന്യൂസ് ലെറ്റേഴ്സ്, അതുപോലെ ഓഫീസ് സർക്കുലേഴ്സ്, ദെൻ അജണ്ട, ദെൻ നോട്ടീസസ്, മെമ്മോ ആൻഡ് ഓഫീസ് ഓർഡേഴ്സ്. ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ നോട്ട് ഇടണം. ഇറ്റ് ഈസ് കമ്പൽസറി. ഇത് എല്ലാവരും എഴുതിയിട്ടിരിക്കണം. അതേപോലെ പഠിക്കുക. ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഡേ വി വിൽ ഡീൽ വിത്ത് ദ മൊഡ്യൂൾ നമ്പർ 5. അതിൽ ന്യൂ ട്രെൻഡ്സ് ആണ്. നമ്മൾ പഴയ ട്രെൻഡുകളാണ് ഇതുവരെ പഠിച്ചുകൊണ്ട് ഇതുവരെ നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. നമ്മുടെ ട്രഡീഷണൽ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഇതുവരെ പറഞ്ഞത്. ഇനിയുള്ള മൊഡ്യൂളിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ട്രെൻഡ്സ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ ഉള്ള പുതിയ രീതി നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യുന്നത് എന്നതാണ് നെക്സ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്. സോ വിത്ത് ദിസ് നമ്മളുടെ ആ സബ്ജക്റ്റ് തന്നെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സോ വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.